ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് BC547 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്ത ഒരു AC ലൈൻ ടെസ്റ്ററാണ്. ഇത് ആക്ച്വലി ഐഡൻറ്റിഫൈ ചെയ്യണത് ACയുടെ ഇൻ്റർഫറൻസിനെയാണ്. അതുകൊണ്ട് തന്നെ ചുവരിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന വയറുകൾക്കൂടെയുള്ള ACയുടെ ഫ്ലോ വരെ ഇവൻ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം ചുവരിനകത്ത് ഏതെങ്കിലും ഒരു ലൈൻ കട്ടായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു സ്വിച്ച് ബോർഡിനകത്തുള്ളതും നമുക്ക് AC ലൈൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് പറ്റും. ഞാൻ ഈ സർക്യൂട്ട് ഡയറക്റ്റായിട്ട് പിന്നുകൾ തന്നെയാണ് സോൾഡർ ചെയ്യണത്. അതായത് ലീഡുകളിൽ തന്നെ സോൾഡർ ചെയ്യുന്നുണ്ട്. PCB ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് ഇലക്ട്രോണിക്സ് പഠിച്ചു വരുന്നവർക്ക് ഇത് നോക്കി അസംബിൾ ചെയ്യാൻ വളരെ ഈസിയാണ്. മാത്രമല്ല ഈ സർക്യൂട്ടാണെങ്കിൽ വയർലെസ് ആണ്. മറ്റ് AC ലൈനുമായിട്ട് ഡയറക്റ്റ് ടച്ച് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷോക്ക് അടിക്കുമോ എന്നുള്ള പേടിയോ അങ്ങനെ ഒന്നും വേണ്ട. നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെയൊക്കെ ലീഡ് വളരെ ചെറുതാക്കിയിട്ട് കോമ്പാക്റ്റായിട്ട് അസംബിൾ ചെയ്താൽ ഇതിനെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ സെറ്റൊക്കെ ഇല്ലേ, നമ്മളെ വലിയ സ്ക്രൂ ഡ്രൈവർ സെറ്റ്, അപ്പോൾ അതിനകത്തൊക്കെ വരുന്ന ഒരു ടെസ്റ്ററുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കിതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബസറിനെ വേണമെങ്കിൽ നമുക്ക് ബാക്കിൽ ഫിറ്റ് ചെയ്യാം. ഇല്ല ബസറിനെ വേണമെന്നില്ല, വേണമെങ്കിൽ LED നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് ടെസ്റ്ററിൻ്റെ അകത്ത് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ലിഥിയം അയോൺ ബാറ്ററി ഉണ്ടല്ലോ, നീളം കൂടിയതും വണ്ണം കുറഞ്ഞതും, അപ്പോൾ അത് അതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെസ്റ്ററിനകത്ത് ഇത് വളരെ സുഗമമായിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കപ്പ് എന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് ഭയങ്കര കൂടുതലാണ്. അതായത് വളരെ കുറച്ച് കറണ്ട് എടുക്കുള്ളൂ. അതുകൊണ്ട് ഒരു ലിഥിയം അയോൺ ബാറ്ററി ചാർജ് ചെയ്താൽ തന്നെ ഏകദേശം ഒരു 1-2 മാസത്തോളം വളരെ സുഗമമായിട്ട് ഓടും. പിന്നെ ഈ സർക്യൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്തൊന്നുമില്ല. ആകെ ഒരു 3 ട്രാൻസിസ്റ്ററും ഒരു ബസറും ഒരു LED-യും പിന്നെ ഒരു ചെറിയ കോയിലെന്ന് വെച്ചാൽ കോപ്പർ കോയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള വയറില്ലേ, വയറിൻ്റെ സ്ലീവ് മാറ്റിയിട്ട് അതിനെ ചുറ്റിയെടുത്താലും മതി, അത് തന്നെ ധാരാളമാണ്. ഞാനിത് ടെസ്റ്റിങ്ങിന് വേണ്ടി കണക്ട് ചെയ്യുന്നത് ഒരു 9 വോൾട്ട് ബാറ്ററിയാണ്. 9 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞാലും ഇത് 9 വോൾട്ട് ഇല്ല, ഒരു 4 5 മാക്സിമം 5 വോൾട്ട് വരെ കാണുള്ളൂ. കാരണം ഇതൊരു പഴയ ബാറ്ററിയാണ്. 3.7 വോൾട്ട് ലിഥിയം ബാറ്ററിയിലും ഇത് വളരെ സുഗമമായിട്ട് വർക്ക് ചെയ്യും. പിന്നെ സർക്യൂട്ട് ഡയഗ്രാമും ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റ് എഴുതി ചോദിക്കാൻ മറക്കരുത്. എൻ്റെ അറിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ ഉത്തരം നൽകാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. എൻ്റെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററാണ്. അതായത് നമ്മുടെ ടാങ്കിലൊക്കെ വെക്കുന്ന വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ വിത്ത് അലാറം, ലോ ആൻഡ് ഹൈ അലാറം. ലോ ആയാലും ഹൈ ആയാലും അലാറം വയ്ക്കാം. നിങ്ങൾക്ക് ആ ഹൈ അലാറത്തിനൊക്കെ ഇത് വെച്ചാൽ മതി, അത് സ്വിച്ച് വെച്ചാൽ മതി, അത് നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. അങ്ങനത്തെ ഒരു അലാറം. സോ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. പിന്നെ AC-യുടെ ഇൻ്റർഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതുപോലത്തെ ഒരു കോയിൽ ചുറ്റിയെടുത്താൽ മതി. ഇത് ഞാനിപ്പം 1 mm വയറിൻ്റെ സ്ലീവാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ തന്നെ ആവശ്യമില്ല. നമ്മുടെ റിബൺ വയറില്ലേ, റിബൺ വയറിൻ്റെ ഒരു വയറിനെ എടുത്ത് ടിൻ ചെയ്ത് വളച്ചെടുത്താലും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. കാരണം ഇത് പണ്ട് ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അസംബ്ലിങ് എല്ലാം കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി നമുക്ക് സർക്യൂട്ടിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫുൾ സ്കീമാറ്റിക് ഡയഗ്രാം. അതിൽ ആദ്യത്തെ 2 BC547 വയർ ചെയ്തേക്കുന്നത് ഒരു ഡാർലിംഗ്ടൺ പെയർ ആയിട്ടാണ്. മൂന്നാമത്തെ BC547 ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്തേക്കുന്നത് ഒരു സ്വിച്ചിങ് സർക്യൂട്ടായിട്ടാണ്. അതിൽ ഡാർലിംഗ്ടൺ പെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വളരെ ചെറിയൊരു കറണ്ട് കൊടുത്താൽ മതി, ബേസിക് കൊടുത്താൽ മതി, ഇത് ബൂസ്റ്റ് ചെയ്ത് കറണ്ട് ബൂസ്റ്റ് ചെയ്യും. വോൾട്ടേജ് അല്ല, കറണ്ടിനെ ബൂസ്റ്റ് ചെയ്ത് എമിറ്റർ വഴി തരും. മാത്രമല്ല ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഒരു പെർഫെക്റ്റ് ബഫർ ആംപ്ലിഫയർ അല്ലെങ്കിൽ ബഫർ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഡാർലിംഗ്ടൺ പെയർ. ഈ മൂന്നാമത്തെ ട്രാൻസിസ്റ്റർ മറ്റേ LED-യെയും ബസറിനെയും സ്വിച്ച് ചെയ്യാനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇവ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. അതിൻ്റെ അർത്ഥം AC ഫ്ലോ ചെയ്യുമ്പോഴാണ് ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നത്. ഇതൊരു അടിപൊളി സർക്യൂട്ടല്ലേ? ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.